ഈ സൃഷ്ടിയില് ഓരോരുത്തർക്കും അവരവരുടേതായിരിക്കുന്ന റോളുണ്ട്. അത് ഭഗവാനാണ് നിശ്ചയിക്കുന്നതെന്ന് വിചാരിക്കുന്നത് നമ്മുടെ അബദ്ധമായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നു ഇതുപോലെ ആയിരിക്കണം എൻ്റെ ജീവിതം, അതുപോലെ ആയിരിക്കണം ജീവിതം എന്ന് വിചാരിച്ചാലും ചിലപ്പോൾ അത് മണ്ടത്തരം തന്നെയായിരിക്കും. കാരണം വലിയൊരു സീക്രട്ട് അതിൻ്റെ അകത്തുണ്ട്. നമ്മൾ ഓരോരുത്തരും ഈ ഒരു ജന്മത്തിൽ എന്തായിരിക്കുന്നു എന്നത് ഇന്നലെ ഞാൻ എന്താണോ ചെയ്ത് അത് ഞാൻ ക്യാരി ഫോർവേഡ് ആയിട്ട് കൊണ്ടുവരികയാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്ത് കർമ്മം ചെയ്തോ അത് നമ്മൾ ഈ ജന്മത്തിൽ അത് അനുഭവിച്ച് തീർക്കുക തന്നെ വേണം. അതുകൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോ റോളുണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ സഹജമാക്കുക വേണം. നമുക്കൊപ്പം ഉള്ളവരുടെ ലൈഫ് സ്ട്രെസ് ഫ്രീ ആക്കണമെങ്കിൽ ആരെങ്ങനെയുണ്ടോ അതുപോലെ ജീവിക്കാൻ അനുവദിക്കുക. നമ്മളുടെ മനസ്സിൽ പോലും അവർ തെറ്റാണല്ലോ, അവർ ദുഷ്ടനാണെന്നുള്ള ചിന്ത പോലും നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകരുത്. എപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം ഈസി ആവുകയുള്ളൂ, അതുപോലെ മറ്റുള്ളവരുടെ ലൈഫും സ്ട്രെസ് ഫ്രീ ആവുകയുള്ളൂ, സഹജമാവുകയുള്ളൂ.